എന്താ പറയാനുള്ളത് വിജയത്തിൽ? വിജയത്തിന്റെ ആഹ്ലാദത്തിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. പറയാനൊന്നുമില്ല, ഇനി പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നല്ലൊരു തിരഞ്ഞെടുപ്പായിരുന്നു. കറക്റ്റ് നല്ല റിസൾട്ടായിരുന്നു. കാരണം ഇത്രയും വർഷം ഇവിടെ നിന്ന് തന്നെ പ്രവർത്തിച്ച് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഈ ഒരു തിരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന് ആ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചു. അത് ഇനി ഇവിടെ നിന്ന് അദ്ദേഹം ഒന്നും കിട്ടാതിരുന്നതും പ്രവർത്തിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ നടക്കും. അപ്പം ഈ കഴിഞ്ഞ 8 മണിയോടുകൂടി താമര വാടും എന്ന് പറഞ്ഞ ആൾക്കാരുടെയൊക്കെ എന്താ പറയുക, കയ്യിലോട്ട് വാടാത്തൊരു താമര കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ ഇനിയുള്ള 5 വർഷം ഗംഭീരമാവട്ടെ എന്നുള്ള പ്രാർത്ഥിക്കാനുള്ളൂ. പിന്നെ ഒരുപാട് പേര് ട്രോളിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല, മറ്റേ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പലരും ട്രോളിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള മറുപടിയായിട്ട് ഇനിയുള്ള 5 വർഷം ഗംഭീരമായിട്ട് ഭരിച്ച് കാണിക്കും എന്നുള്ളതാണ്. ഈ തൃശ്ശൂര് തരാന്ന് പറഞ്ഞിട്ട് കുറെ നാളായി സുരേഷേട്ടനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സുരേഷേട്ടൻ പറഞ്ഞ തൃശ്ശൂര് തന്നാൽ എടുത്തിരിക്കും, എടുത്താൽ ഇവിടെ ഇരിക്കും എന്ന് സുരേഷേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ട്. ശരിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഇനി ഇവിടെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്. സുരേഷേട്ടനെ കളിയാക്കിയവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോടുള്ള എല്ലാം ഇനി എന്താ പറയാ, പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി സുരേഷേട്ടനായതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. കാരണം പുള്ളിക്കറിയാം ഏത് തരത്തിൽ മറുപടി കൊടുക്കണമെന്നുള്ളതൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പുള്ളി അതിൻ്റെതായിട്ട് രീതിയിൽ മറുപടി കൊടുക്കും. അത് ഈ പറഞ്ഞ പോലെ പറച്ചില്ലല്ല, പ്രവർത്തനത്തിലൂടെയാണ്. ജയിക്കുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം നമ്മളെല്ലാവരും അമ്മാതിരി ഇപ്പം പറഞ്ഞ സുരേഷേട്ടൻ മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാ മുതിർന്ന നേതാക്കളും അഹോരാത്രം ഈ വരുന്ന കഴിഞ്ഞ ഇലക്ഷന് വേണ്ടിയിട്ട് അമ്മാതിരി നല്ല രീതിയിൽ നിന്നു. അപ്പൊ അതിന്റെ ആ ഒരു ഇതാണ് ഇപ്പൊ കാണുന്നത്, റിസൾട്ടാണ് ഇപ്പൊ കാണുന്നത്. തീർച്ചയായിട്ടും ഇതിലും ഈ പറഞ്ഞ പോലെ 50,000-ത്തിന് മുകളിൽ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. കറക്റ്റ് അത് തന്നെ കിട്ടുകയും ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ ഇത്രയും നാളും ഇവിടെ നിന്നതിന്റെ ആ ജനങ്ങളോടുള്ള സ്നേഹമാണ് അവർ തിരിച്ചു കൊടുത്തത്. ഇനി തിരിച്ചു ചെയ്ത് കൊടുത്തതിനെ 10 മണി ഇരട്ടി തിരിച്ചു കൊടുക്കാനുള്ള സമയമാണിത്. സുരേഷ് അത് ഗംഭീരമായിട്ട് പൂർത്തിയാക്കും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്രമന്ത്രി പ്രതീക്ഷിക്കാൻ പറ്റുമോ നമുക്ക്? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയില്ല. കേരളത്തിന് ഒത്തിരി മാറ്റം ഉണ്ടാവും. സുരേഷേട്ടൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നല്ലോ, അതായത് തൃശ്ശൂരിലാണ് ജയിച്ചു വരുന്നതെന്നുണ്ടെങ്കിലും കേരളത്തിൽ മൊത്തം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് സുരേഷേട്ടൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അത് ഈ പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞ പോലെ BJPക്ക് നല്ലൊരു മുൻതൂക്കം ഉണ്ടാവും എന്നുള്ളതിനൊരു തെളിവായിരിക്കും.